ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് അടുത്ത പുതുക്കല്ലിന് പോലും സമയമായില്ല. അതിനു മുമ്പ് തന്നെ 9 ടൈപ്പ് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന അവൾ ഒരു മരുന്ന് പോലും കഴിക്കാതെ പൂർണ്ണമായി സൗഖ്യമായി എന്നുള്ളത്. വിശുദ്ധ അന്നമ്മയുടെ നാമധേയത്തിലുള്ള ഇടവകയിൽ നിന്നും വരുന്നു. ഞാനൊരു എക്സ് ആർമി പട്ടാളക്കാരനായിരുന്നു. 2018 ആണ് ഞാൻ കൃപാസനത്തെയും ഉടമ്പടിയെക്കുറിച്ചും അറിയുവാനിടയാവുന്നത്. അതിന് വലിയൊരു കാരണമുണ്ടായിരുന്നു. ആർമിയിൽ സ്റ്റോർ കീപ്പർ ക്ലർക്കായിരുന്ന ഞാൻ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുവാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യാനോ ഭക്ഷണം കഴിക്കുവാനോ പോലും ആവാത്ത വിധം എൻ്റെ കൈവെള്ളകളിലും കാൽവെള്ളകളിലും പൾമാർ സോറിയാസിസ് ബാധിച്ച് വളരെയധികം ബുദ്ധിമുട്ടുകയായിരുന്നു. കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ കീബോർഡിൽ ചോര പറ്റിയിരിക്കുന്ന സ്ഥിരം ഒരു കാഴ്ചയായിരുന്നു. അത്രയേറെ ബുദ്ധിമുട്ട് അനുഭവിച്ച ഞാൻ കയ്യിൽ ഗ്ലൗസ് ഇട്ടുകൊണ്ട് മാത്രമേ പുറത്തിറങ്ങി നടക്കുവാൻ പോലും എനിക്ക് സാധിക്കുകയായിരുന്നുള്ളൂ. അങ്ങനെ ഇരിക്കെയാണ് നാട്ടിൽ വന്നപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞത്, കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് തൈലം തേച്ച് പ്രാർത്ഥിച്ചാൽ അത് സൗഖ്യമാകുമെന്ന്. അങ്ങനെ ഞാനും അമ്മയും എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളുമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തപ്പോൾ 6 നിയോഗങ്ങൾ വെച്ചാണ് പ്രാർത്ഥിച്ചത്. ഒന്നാമത്തത് എൻ്റെ ഈ പൾമാർ സോറിയാസിസ് പൂർണ്ണമായി ഭേദമാക്കി തരണമേ എന്ന് തന്നെയായിരുന്നു. അത് പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലം തേച്ച് എല്ലാ ദിവസവും പ്രത്യക്ഷീകരണ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വൈഫ് തന്നെയാണ് ഉടമ്പടി എടുത്തത്. കാരണം എനിക്ക് അന്ന് സർവീസിലിരുന്നത് കൊണ്ട് ഉടമ്പടി എടുക്കുവാൻ സാധിക്കില്ലായിരുന്നു. നൈറ്റ് ഡ്യൂട്ടിയും രാവിലെ PT-ക്കുമൊക്കെ പോകേണ്ടത് കൊണ്ട് സാധിക്കില്ലായിരുന്നു. എൻ്റെ വൈഫ് അത് സ്ഥിരമായി ആ തിരികൾ കത്തിച്ചും പ്രത്യക്ഷീകരണം പ്രാർത്ഥിച്ചും ഉടമ്പടി തൈലം തേച്ചും അത് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ കൈവെള്ള ഇന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ കൈപൊക്കി എല്ലാവരെയും കാണിക്കുവാൻ തക്കവിധം 5 വർഷമായി പൂർണ്ണമായി സൗഖ്യമായിരിക്കുകയാണ്. 5 വർഷമായി ലൈഫ് ലോങ് ഡിസീസ് എന്ന് പറഞ്ഞ പൾമാർ സോറിയാസിസ് അതിനുശേഷം ഇതുവരെയും വന്നിട്ടില്ല എന്നുള്ളതാണ്. അതിനോടൊപ്പം അടുത്തത് രണ്ടാമത്തെ നിയോഗമായി വെച്ചത് ഒരു 4-5 വർഷമായി റുമറ്റോയിഡ് ആർത്രൈറ്റിസ്. ഞങ്ങൾ ഷില്ലോങ്ങിലായിരുന്ന കാലത്ത് അവിടെ 12 മാസവും തണുപ്പ് കാലാവസ്ഥയാണ്. അവിടെ വെച്ച് എൻ്റെ വൈഫിന് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ബാധിക്കുകയും കൈകാലുകൾ ഭയങ്കര വേദന അനുഭവിക്കും. മുട്ട് എഴുന്നേക്കുവാനും നടക്കുവാനും ജോലി ചെയ്യുവാനും ഒക്കെ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. അതിന് സ്റ്റെറോയിഡായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. 40 mg സ്റ്റെറോയിഡ് വരെ കഴിച്ച് ശരീരം മുഴുവൻ നീര് വെച്ച് ഭയങ്കര വികൃതമായ അവസ്ഥയിലായിരുന്നു. ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നപ്പോഴും അതും ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് അടുത്ത പുതുക്കല്ലിന് പോലും സമയമായില്ല. അതിനു മുമ്പ് തന്നെ 9 ടൈപ്പ് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന അവൾ ഒരു മരുന്ന് പോലും കഴിക്കാതെ പൂർണ്ണമായി സൗഖ്യമായി എന്നുള്ളത്. മൂന്നാമത്തെ നിയോഗം വെച്ചത് എൻ്റെ മകന് ചെറുപ്പകാലം തൊട്ട് ആസ്മയുടെ പ്രോബ്ലം ഉണ്ടായിരുന്നു. ആസ്മയുടെ അത് 18 വർഷത്തോളമായിട്ട്, അവന് 18 വയസ്സായി, ഭയങ്കരമായ നെബുലൈസിങ് മെഷീൻ മാത്രം 3 ടൈപ്പ് നെബുലൈസിങ് ഇൻഹേലർ യൂസ് ചെയ്യുമായിരുന്നു. അതുപോലെ നെബുലൈസിങ് മെഷീനും വീട്ടിൽ വെച്ചിരിക്കുമായിരുന്നു. അവന് കൂടുതൽ ഉണ്ടാകുമ്പോൾ അത് ഉപയോഗിക്കേണ്ടതായി വരുമായിരുന്നു. ഈ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് നിയോഗം വെച്ചതിന് ശേഷം അതും പൂർണ്ണമായി മാറിക്കിട്ടിയെന്നുള്ളതാണ്. നാലാമത്തത് എൻ്റെ മകൾക്ക് ടോൺസിലൈറ്റിസിൻ്റെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അതും ചെറുപ്പകാലങ്ങളിൽ ഹോമിയോപ്പതി മരുന്നൊക്കെ കഴിച്ച് ഇടയ്ക്ക് മാറും, പിന്നെയും വരും. പനി വരുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടാണ്. ചുമകാർ വന്നു കഴിഞ്ഞാൽ നിർത്തുകയില്ലായിരുന്നു. ഈ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം ഇന്നും ആ ടോൺസിലിൻ്റെ ഇത് അകത്ത് ഇന്നിപ്പോൾ ഉണ്ട്. പക്ഷേങ്കിൽ ചുമയോ അക്യൂട്ടായിട്ടുള്ള ഒരു പ്രോബ്ലംസോ ഇപ്പോൾ ഇല്ല അവൾക്ക്. 5-മതായി ഞാൻ പട്ടാളത്തിൽ നിന്ന് 2020 സെപ്റ്റംബറിൽ പെൻഷൻ ആകണമെന്ന് 2019 തന്നെ പേപ്പറുകൾ ഫോർവേഡ് ചെയ്തായിരുന്നു. VRS വോളണ്ടിയർ റിട്ടയർമെൻറ്റ് സർവീസ് എടുക്കാൻ വേണ്ടി ഞാൻ പേപ്പറുകൾ അയച്ചിരുന്നു. എന്നാൽ അതിനെല്ലാം തടസ്സമായി കൊറോണ വരികയും ആ കൊറോണ സമയത്ത് വളരെയധികം ബുദ്ധിമുട്ടുകയും പേപ്പർ പ്രോസസ്സ് നടക്കാതിരിക്കുകയും ചെയ്തു. ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതിനാൽ ആ പ്രോസസ്സുകളെല്ലാം തന്നെ വളരെ വേഗത്തിലാവുകയും എനിക്ക് സെൻട്രലിൽ പോകേണ്ടി വന്നില്ല. 1 മാസം ലാസ്റ്റിൽ അവിടെ പോയാണ് ഞങ്ങൾ പെൻഷൻ ആവേണ്ടത്. അതിൽ പോലും പോകാതെ യൂണിറ്റിയിൽ നിന്ന് തന്നെ, ഞാൻ ചെന്നൈ ആവടിയിലായിരുന്നു,
ഓർഡിനൻസ് ഡിപ്പോ ആവടിയിലായിരുന്നു. അവിടുന്ന് തന്നെ ഡയറക്റ്റ് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ട്രെയിൻ കയറിയപ്പോൾ ഞാനും എൻ്റെ വൈഫും മാത്രം ഒരു AC കോച്ചിൽ തനിയായിരുന്നു ഇവിടെ നാട്ടിൽ വരുന്നത് വരെ. അപ്പോൾ ഞാൻ അന്നേരം ആലോചിച്ചു, ഒരു AC കോച്ച് മുഴുവൻ ഞങ്ങൾക്കായി ബുക്ക് ചെയ്ത് അമ്മ ഞങ്ങളെ സുരക്ഷിതമായിട്ട് ഇവിടെ വീട്ടിൽ കൊണ്ടുവന്നിറക്കി. 6ാമതായി നിയോഗം വെച്ചത് 2018 തൊട്ട് ഞങ്ങൾ ഒരു വീട് പണി തുടങ്ങിയിരുന്നു. ആ വീടിന് തറക്കല്ലിട്ട് പില്ലർ വാർത്തുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രളയം വന്ന് ആ പില്ലറിൽ വെള്ളം കയറി നിറഞ്ഞത്. പ്രളയത്തിൽ ഒരിക്കലും അവിടെ വെള്ളം കയറാത്ത ഇടത്ത് വെള്ളം വന്ന് നിറഞ്ഞ് ആ പില്ലറിന് വെള്ളം ഒഴിക്കാതിരുന്നിട്ട് ആ കോൺട്രാക്ടർ ചെയ്യാതിരുന്ന പണി മാതാവ് ചെയ്ത് അതിനെ ഉറപ്പിച്ചു എന്നുള്ളതാണ്. അവിടെ ഞാൻ വീട് പണിയുന്നതിന് മുമ്പ് ഒരു ഉണ്ട എറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഉണ്ടെന്ന് വെച്ചാൽ മാതാവിൻ്റെ ഒരു ലോക്കറ്റ് ഞാൻ സെൻട്രലിൽ കൊണ്ടുവന്നിട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ വീട് പണി അത് ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെയാണ്. എങ്കിലും അത് ഇങ്ങനെ തടസ്സങ്ങൾ വന്നുകൊണ്ടിരുന്ന വീട് പണി 2021 ജനുവരി 21 തന്നെ പൂർത്തിയാക്കി അന്ന് തന്നെ പാല് കാച്ചണമെന്ന് എനിക്കും വൈഫിനും ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം അന്ന് ഞങ്ങളുടെ 15ാം വെഡ്ഡിങ് ആനിവേഴ്സറി കൂടിയാണ്. എന്നാൽ അതിന് തടസ്സമാകുന്ന വിധം ജനുവരി 4 ആയപ്പോഴത്തേക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ അനിയനും അവൻ്റെ ഭാര്യയ്ക്കും കൊറോണ പോസിറ്റീവായി. അങ്ങനെ എല്ലാവരും ക്വാറൻറ്റൈൻ ആവേണ്ടതായി വന്നു. അപ്പോൾ ജനുവരി 21 ഞങ്ങൾക്ക് പാല് കാച്ചാൻ പറ്റില്ലെന്നുള്ള ഒരു അവസ്ഥയായി. പണിയും പൂർത്തിയായിട്ടില്ല. എങ്കിലും മാതാവ് എനിക്ക് ധൈര്യം തന്ന് ഞാൻ ആ പുതിയ വീട്ടിലേക്ക് മാറി അവിടെ നിന്നുകൊണ്ട് പണികൾ പൂർത്തിയാക്കുകയും ജനുവരി 16 ആയപ്പോഴത്തേക്ക് അവരെല്ലാം നെഗറ്റീവ് ആവുകയും കൊറോണ നെഗറ്റീവ് ആവുകയും പിന്നീട് 3 ദിവസം കൊണ്ട് പ്രദേശവാസികളെയും ബന്ധുക്കളെയും അറിയിച്ചു ജനുവരി 21 തന്നെ പാല് കാച്ച് നടത്തുകയും വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ കേക്ക് കെട്ടുകയും ചെയ്യാൻ സാധിച്ചു. വളരെയധികം നന്ദി മാതാവിനോടും തിരുക്കുമാരനോടുമുണ്ട്. കാരണം ഇത്രയധികം അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തരികയും വീണ്ടും തന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പട്ടാളത്തിൽ നിന്ന് പെൻഷനായിട്ട് വീണ്ടും എനിക്ക് പല ജോലികൾ ഗവൺമെൻറ് ജോലിയിൽ തന്നെ ഇപ്പോഴും ഞാനിരിക്കുന്നു. വീണ്ടും ഒരു ജോലിക്ക് വേണ്ടി ഇന്നൊരു ഇൻ്റർവ്യൂവിന് പോയിട്ട് വന്നതാണ്. അതും 11 മണിക്ക് ചെന്നാൽ മതിയെന്ന് പറഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും മാതാവിൻ്റെ ഒരു അത്ഭുതം. വേറെ കൂട്ടത്തിൽ വന്നിരുന്നവരെ എല്ലാം മുകളിലത്തെ നിലയിലേക്ക് അയച്ച് നിങ്ങൾക്കൊരു ഇതുള്ളതെന്ന് പറഞ്ഞ് എന്നെ താഴെ ഇരുത്തി പെട്ടെന്ന് തന്നെ അത് സാധിച്ച് ഞാൻ പെട്ടെന്ന് ഇപ്പോൾ ആലപ്പുഴ PSC ഓഫീസിൽ നിന്ന് ഇപ്പോൾ 11:30 ആയപ്പോൾ എനിക്കിവിടെ തിരിച്ചെത്തുവാനും സാധിച്ചു. അപ്പോൾ ഇന്നും അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് മാതാവിൽ നിന്ന്. പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിലൂടെയും ഉടമ്പടി തൈലത്തിലൂടെയും ഞങ്ങൾ ആർജിച്ച ഈ കരുത്ത് മാതാവിനോടും തിരുക്കുമാരനോടുമുള്ള എന്നും എക്കാലവും ഞങ്ങളുടെ തലമുറകളോളം ഉണ്ടായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഞങ്ങളും പ്രത്യക്ഷീകരണ പ്രാർത്ഥന നിങ്ങളും എന്നും എക്കാലവും ചൊല്ലണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.